ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. ഞാനിവിടെ ജോലിയത്തിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കമൻറ്റ് കേട്ടിരുന്നേ. എനിക്ക് ദേഷ്യം വന്ന് കമൻറ്റ് കേട്ടിട്ട് ഇവിടെ ഞാൻ കിടന്ന് ആക്രാന്തം പിടിച്ച് ജോലി ചെയ്യുവാണ്. അതായത് വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങുന്ന ജോലിയാണ്. ഒരു 11 മണിയാകാതെ നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് പാക്ക് ചെയ്ത് ആളുകൾ ഓർഡർ വരുന്നതനുസരിച്ച് കൊടുത്തോണ്ടിരിക്കണം. 3 മിനിറ്റ് സ്വിഗ്ഗി തരത്തുള്ളൂ. അതിന് മുമ്പ് ഞാൻ ഓർഡർ പാക്ക് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കണം. തുരുതുരാ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടലെടുക്കും. അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ. അതിൻ്റെ ഇടയ്ക്ക് ഈ കമൻറ്റ് ഇടുമ്പോൾ ദേഷ്യവും സങ്കടവും വന്ന്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. ഞാൻ കഷ്ടപ്പെടണമെന്നാണ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്. ഓരോരോ ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ മാതൃകയായി പറയുന്നതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ പരിപാടി ചെയ്ത് കാണിക്കുകയും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ മാരേജ് ബ്യൂറോ പൈസ കിട്ടാൻ ഞങ്ങൾക്ക് പൈസ കൊടുത്താൽ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വന്ന് കമൻറ്റ് ഇടുന്നു. നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. എന്നെ ഉപദ്രവിക്കാനോ കിട്ടുന്ന കാര്യമില്ല. തുച്ഛമായൊരു പൈസയാണ് ഞാൻ അതിനകത്ത് വാങ്ങുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ട ആലോചനകൾ തരുന്നുണ്ട്. അത് നടക്കാത്തത് എൻ്റെ കുറ്റമല്ല. പെൺകുട്ടികൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണ്ടേ? നിങ്ങൾ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് വന്ന കണക്കൊക്കെ ഫോട്ടോ ഇടുകയും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രയോ പേര് എങ്ങനെ ഒരുങ്ങി പെൺകുട്ടികൾക്ക് കണ്ട ഒരു അട്രാക്ഷൻ തോന്നണ്ടേ? പെൺകുട്ടികളാണ് കല്യാണം നടക്കണേന്ന് വിചാരിക്കേണ്ടത്. ഇന്നുമാത്രം ആൺകുട്ടികൾ എൻ്റെ അടുത്തുണ്ട്. കല്യാണം നടക്കാത്ത എൻ്റെ കുറ്റമല്ല. അത് മനസ്സിലായി. നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആലോചന നടക്കണ്ടേ? ഇത് നിങ്ങൾ വാട്സപ്പിൽ ഞാൻ എൻ്റെ സ്റ്റാഫിനെയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂസഫലിക്ക് എവിടെയെല്ലാം കടയുണ്ട് അയാളാണ് എല്ലായിടത്തും ചെന്ന് കൈകാര്യം ചെയ്യുന്നത്. അല്ല, സ്റ്റാഫാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റാഫുണ്ട്. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരിട്ട് കുക്ക് ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാനിതെനിക്ക് നേരിട്ട് ലൈവായിട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ചെയ്യേണ്ടത് ഞാനാണ്. എന്നെ കണ്ടാലേ എൻ്റെ വീഡിയോ ആളുകൾ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനത്. ഇതെൻ്റെ തൊഴിലാണ്. ഇതിലൂടെയാണ് ഞാൻ ഈ ജനങ്ങളെ എല്ലാം എന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കേട്ടാ ഞാൻ എല്ലാവരെയും പ്രാർത്ഥിക്കാനും അധ്വാനിച്ച് ജീവിക്കാനും ആരുടെ വാതിക്കലും പോകാതിരിക്കാനും സത്യസന്ധതയോട് ജീവിക്കണമെന്നും നല്ല മാർഗ്ഗങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ മോശമായൊരു മാർഗ്ഗം ഒരിക്കലും കാണിക്കത്തില്ല. എന്നെ അപകീർത്തിപ്പെടുത്താനും നോക്കിയാൽ നടക്കത്തില്ല. കാരണം ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. കേട്ടാ അങ്ങനെയൊന്നും കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത്ര കാലം എനിക്ക് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? അത് ഉടനെ എനിക്ക് പറയണമെന്ന് തോന്നി. മാരേജ് ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പൈസ കിട്ടാത്തവർ വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് മാരേജ് ബ്യൂറോ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കല്യാണം നടക്കാത്തത് എൻ്റെ കുറ്റമല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് കാണുന്ന ഞാൻ ചിലർക്കുണ്ടല്ലോ എത്ര ആലോചന ഇട്ട് കൊടുത്താലും ഇത് വേണ്ട അടുത്തുണ്ടോ, ഇത് വേണ്ട അടുത്തുണ്ടോ, ഇത് വേണ്ട അടുത്തുണ്ടോ എന്ന് അവരെ കാണാൻ ഒരു ഭംഗിയില്ല. ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഭംഗിയുള്ള ചെറുക്കിട്ട് കൊടുത്താൽ വീണ്ടും വിളിക്കുന്നത് നമ്മളായിട്ട് ബുദ്ധിമുട്ടിച്ച് നമ്മളവർക്ക് ദൈവം എല്ലാ വിദ്യാഭ്യാസവും സാമ്പത്തികവും കുടുംബപരമായും സൗന്ദര്യവും എല്ലാം ഓക്കെ. എന്നിട്ട് പിന്നെ അടുത്തുണ്ടോ, വേറെ ഉണ്ടോ, അതൊരു തമാശക്കളി പോലെ കളിക്കുന്നതാണ് നേരെ പോകുന്നത്. അപ്പോൾ ഇത്രയും സമയം ഇങ്ങനെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയതിന് ശേഷം പിന്നെ ലാസ്റ്റ് അവരോട് നമ്മൾ ഇങ്ങനെയല്ല ഇത്രയും കല്യാണമായിട്ട് എന്താ നിങ്ങളൊന്നും ശരിയാക്കാത്തതെന്ന് ചോദിച്ചു ഉടനെ അന്ന് ഞങ്ങളുടെ പൈസ കൊടുത്തിരിച്ചാൽ അതിന് പള്ളി പറഞ്ഞാൽ മതി. അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ എന്തെന്നെ കമൻറ്റ് ഇട്ടാലും എനിക്ക് വിഷയമല്ല. ഞാൻ അങ്ങനത്തെ നിങ്ങളെല്ലാം ഇതിനകത്ത് ബാക്കിയുള്ളവർ കേൾക്കുന്നവർ ഇത് ന്യായവും നീതിയാണ്. ഞാനൊരു സ്റ്റാഫിനെ വെച്ച് ഞാൻ അവർക്ക് ശമ്പളവും കൊടുത്ത് കൃത്യമായിട്ടിരുന്ന് മാച്ചൊക്കെ നോക്കുന്ന ഞാനാണ്. വൈകുന്നേരം മാച്ച് നോക്കുന്ന ഞാനാണ്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ചിലരുടെ നടക്കത്തില്ല. ഒട്ടും മോശമായ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് തന്നാൽ ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ല. ചിലരില്ലേ 55 വയസ്സുകാരൻ ചോദിക്കുന്നത് 35 വയസ്സുകാരിയില്ലേ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ കല്യാണം നടക്കുമോ? എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന അവർക്ക് അനുയോജ്യമാക്കില്ല അവരെല്ലാം അതെല്ലാം റിജക്റ്റ് ചെയ്യുക. എന്നിട്ട് പൈസ കിട്ടുന്നവർ അങ്ങനെ പറഞ്ഞാൽ അതൊരു ബിസിനസ് ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ച്. ഞാൻ ഒരാളെ സ്റ്റാഫിന് സാലറി കൊടുത്ത് എൻ്റെ സമയവും എന്നെ കിട്ടും. ഞാനിത് വേണ്ടി ഇരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, നിർത്തിപ്പോകാൻ തോന്നും നമുക്ക്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തുടങ്ങിയൊരു സംഗതി ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഞാൻ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ അവിടെ പറഞ്ഞു. എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് മോശം കമൻറ്റ് ഇടുന്നത് ശരിയല്ല കേട്ടോ. ജോമോൻ അരിയോടെന്ന് പറഞ്ഞത് കല്യാണം ഞാനായിട്ട് ഒരു ആലോചനയും കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഞാൻ പൈസ തിരികെ കൊടുക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരെ അങ്ങനെ എനിക്ക് എൻ്റെ സ്റ്റാഫ് അത് തപ്പിത്തരുന്നുണ്ട്. കല്യാണം അല്ലെങ്കിൽ നടക്കാത്തവരെയില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഞാൻ 1-2 ദിവസങ്ങൾ ഓരോരുത്തരെയായിട്ട് ഞാൻ ഇടയ്ക്ക് പൈസ കൊടുത്തവരെ പറഞ്ഞു വിടുന്നുണ്ട്. മനസ്സിലായോ? ഇനി നോക്കണ്ട, കല്യാണം നടക്കുന്നില്ല. പിന്നെ എനിക്ക് തന്നെ മനസ്സിലാവും ചിലരുടെ കല്യാണം നടക്കത്തില്ലെന്ന്. അങ്ങനെയുള്ളവരും കൊടുത്തേക്കും ഞാൻ. പിന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ളതും ജോലിക്കാരായിട്ടുള്ളവരാണ് കൂടുതലുള്ളത്. സാധാരണക്കാരുടെ വീട്ടിലെ കുട്ടികൾക്ക് പോലും പെൺകുട്ടികൾക്ക് പോലും നല്ല വിദ്യാഭ്യാസമുണ്ട്. അവർക്കൊക്കെ ഒരു സ്വന്തമായ എന്താ പറയുന്ന ഒരു സ്റ്റെബിലിറ്റി അവർ പറയുന്നുണ്ട്. ഇന്നത് വേണം, എനിക്ക് ഇന്ന ജോലിയിൽ കിട്ടത്തുള്ളൂ, അല്ല ഇന്ന വിദ്യാഭ്യാസം വേണം, ഇത് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് നമുക്ക് അതിന് പറ്റാത്തൊരു ആലോചന കൊണ്ടുവരുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യത്തേ ഉള്ളൂ.
മനസ്സിലായ? അത് എൻ്റെ കുറ്റമല്ല കല്യാണം, ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് അഭിപ്രായം പറ. ഇപ്പോൾ കല്യാണം നടന്നില്ലെന്ന് കൊണ്ട് വേറെ എത്രയോ പേര് എന്നെ പറ്റിച്ച് ഞാൻ കൊടുത്ത ആലോചന കല്യാണം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ കുറേ കല്യാണങ്ങൾ എൻ്റെ ഇതായിട്ട് സെക്കൻഡ് മാരേജുകൾ 2-3 നടന്ന്, സെക്കൻഡ് മാരേജ് കൂടുതൽ നടന്നു കേട്ടോ. ഇനി ഫസ്റ്റ് മാരേജ് ഇപ്പം 1-2 നടക്കുന്നുണ്ട്. ഈ ഓണത്തിനൊക്കെ എൻ്റെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ ഞാൻ ഉള്ള കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത കല്യാണം, ഫസ്റ്റ് മാരേജിൻ്റെ കല്യാണം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അവരനുവദിച്ച് തന്നെ 1-2 കല്യാണം നടന്നിട്ട് സെക്കൻഡ് മാരേജ് അവർക്കത് പബ്ലിക്കിൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇതിനകത്ത് എനിക്ക് ഇടണം നിർബന്ധമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കല്യാണാലയം കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ കല്യാണാലയനോട് അവർ തമ്മിൽ സെറ്റായിട്ട് അവർ 2 കൂട്ടരും എൻ്റെ അടുത്ത് പൈസ തിരിച്ചു മേടിച്ചു. അങ്ങനെ 1-2 പേര്, അത് എനിക്ക് ഇതിനകത്ത് വീഡിയോയിൽ ഇടണമെന്നുണ്ട്. പക്ഷേങ്കിൽ പിന്നെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു നമ്മൾ അവരെ നാറ്റിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യാത്തത്. അതോടുകൂടിയാണ് ഞാൻ പഠിച്ചത്. ഇനി ഒരിക്കലും പൈസ നമ്മൾ ചെറിയൊരു കുഞ്ഞു പൈസയാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ അത് മാരേജ് ബ്യൂറോ വലിയ പ്രൊഫഷണലായിട്ട് നടക്കുന്നവരെ പോലും ഞാൻ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിൽ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടല്ലേ ഞാനിത് ചെയ്യുന്നത്, എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത്. അപ്പം വെറും ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്ന ആളോട് വർത്തമാനം പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ഇടുന്നപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എൻ്റെ തല ഒരിക്കലും കുനിയത്തില്ല, ഞാനൊരു കള്ളത്തരവും കാണിക്കത്തില്ല, ഞാനൊരു തെറ്റും ചെയ്യാത്തത്രയും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എന്താ പറയുക, എനിക്ക് എൻ്റെ കമൻറ്റിൽ വന്ന് കല്ലെറിഞ്ഞിട്ട് പോയാലൊന്നും ആരും കേൾക്കത്തില്ല. എൻ്റെ വീട് ഓപ്പണാണ്, എൻ്റെ അടുക്കള ഓപ്പണാണ്. ഞാനൊരു ഓപ്പൺ കിച്ചണിലൂടെ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിൽ പ്ലാറ്റ്ഫോമിൽ ഒരു രഹസ്യങ്ങളും ഇല്ലാതെ മറയില്ലാതെ നിൽക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ ആര് കല്ല് വാരി എറിഞ്ഞാലും എനിക്കൊരു വിഷയമില്ല കേട്ടോ. എന്നോട് 1-2 പേരോ കാണിക്കത്തുള്ളൂ, അല്ലാതെ എന്നെ അറിയാവുന്ന ഒരാൾ പോലും എന്നോട് ഇത് കാണിക്കുന്നത്. ഞാൻ എല്ലാവർക്കും എന്നെ മനസ്സിലാവുന്നവർക്കും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെയ്യുന്ന നല്ല വാക്കുകളും നല്ല പ്രവർത്തികളും ചെയ്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ കർമ്മം കറക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് കർമ്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ അടുത്ത് ഒരു കല്യാണം പോലും എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പൈസ തിരിച്ചു തരും. അങ്ങനെ ഒരു മാരേജ് പുറക്കോലും തരത്തില്ല. ഒരു കല്യാണം പോലും നിങ്ങൾക്ക് ഞാനായിട്ട് തന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ബ്യൂറോയിൽ നിന്ന് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പണം തരുന്നത്. അതല്ല, നിങ്ങൾക്ക് പിന്നെ ഞാൻ കല്യാണം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പൈസ തിരികെ തരത്തില്ല കേട്ടോ. മുമ്പ് ഞാൻ അങ്ങനെയല്ല, കല്യാണം നടത്തില്ല, എന്താ പൈസ മേടിച്ചോണ്ട് കൊടുത്തിട്ട് മണ്ടത്തിയായ ഞാൻ എൻ്റെ അങ്ങനെ 2-3 വീഡിയോ ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ പോകാൻ പറഞ്ഞ ഈ പരിപാടി നിർത്താന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു രീതിയിലേക്ക് മാറിയത്. പിന്നെ ആളുകൾ ഇതല്ലേ സ്വഭാവം. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ബോൾഡായി പോകും അല്ലേ. നമ്മളെ അനുഭവങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയല്ല, ഒരു പരിധി വിട്ട് ആരോടും മനസ്താപവും സ്നേഹവും ഒന്നും പാടില്ല. ഒരു പരിധി വിട്ട് പിന്നെ എന്താ പറയുക, ഇതൊന്നും പറ്റില്ല എന്ന് കാണിക്കുന്ന രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ജനം തന്നെ അല്ലേ. പിന്നെ അയാൾ എന്തൊരു മോശം ആളായിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് മോശം കമൻ്റ് ഇടുന്നത്. എന്നെ വിശ്വസിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും ഞാനായിട്ട് വർഷങ്ങളായിട്ട് അടുപ്പമുള്ളവരും ഇപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് അടുപ്പമുള്ളവർക്കും എന്നെ അറിയാം. എത്രയോ പേര് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോയി. ഇപ്പോഴും പിന്നെ എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തെന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എന്നെ മനസ്സിലാവും ഞാൻ എത്ര കാര്യമാണെന്നുള്ളത് കേട്ടാ. അപ്പം അപവാദം പറഞ്ഞാലൊന്നും ഏക്കത്തില്ല സഹോദര കേട്ടാ. അതുകൊണ്ട് സഹോദരി ഇത് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ സഹോദരി ഞാനൊരു കല്യാണം പോലും തന്നിട്ടില്ല, സഹോദരി എനിക്കൊരു കല്യാണം പോലും തന്നിട്ടില്ല, എൻ്റെ പൈസ തിരികെ തരണമെന്ന് പറഞ്ഞാൽ അത് ന്യായമായൊരു ചോദ്യമാണ്. ഇത് വെറും ഇങ്ങേറ്റത്തെ പരിപാടി കേട്ടാ. പറയും ജോമോൻ അരൂർ എന്ന് പറയും പല വീഡിയോയിൽ വന്നത് കമൻ്റ് ഇട്ടിരിക്കുക. ഏതാണ്ട് ഞാൻ ഈ വിസ കച്ചവടമൊക്കെ നടക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മോശം കാര്യം പറഞ്ഞ് പണം പറ്റിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പോലെ അങ്ങനെ ഞാൻ ആ തരത്തിലുള്ള സ്ത്രീയെ ഇപ്പം ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഏതെല്ലാം മേഖലയിൽ പണം ആളുകളിൽ നിന്ന് മേടിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കഷ്ടപ്പെട്ട പ്രതിഫലം വേണം. ഇതിപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പ്രതിഫലം കിട്ടിയേ പറ്റൂ. അതാർക്കും ഇനി ഞാൻ കഷ്ടപ്പെട്ടിട്ട് അങ്ങ് വിട്ടുകളയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടുള്ളതാണെങ്കിൽ ഞാനത് പൈസ വാങ്ങിയിരിക്കും കേട്ടാ. അപ്പം ഞാൻ ആരെയും പറ്റിച്ച് പൈസ വാങ്ങിയില്ല, ഞാൻ ആരെയും നിർബന്ധിച്ചുമില്ല. നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, ഒരു നിർബന്ധമില്ല. എന്നെ വിശ്വാസമുള്ളവർ എന്നെ ഇഷ്ടമുള്ളവരും എൻ്റെ അടുത്തോട്ട് വന്നാൽ മതി. പിന്നെ ഇതാണ് പൈസ. ഇനി നിങ്ങൾക്ക് ഒരു കല്യാണാലോചന പോലും തന്നില്ലെങ്കിൽ തിരികെ തരും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പണം തിരികെ തരത്തില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ തരുമ്പോൾ പിന്നെ ഞാൻ വിജയിക്കുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. ഓക്കെ, എനിക്ക് സ്നേഹം മാത്രമുള്ള ആ സഹോദരനോടും കേട്ടാ. എൻ്റെ മാരേജ് പറയുന്ന ജോയിൻ ചെയ്തതല്ല, പക്ഷേ ഒരു നിർവാഹവും ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. നന്മ വരട്ടെ, നല്ലത് വരട്ടെ.